ഇതുവരെയ്ക്കും വന്നില്ല. ആ ചെറുക്കൻ ഇലയെ പറ്റി ആ ചെറുക്കൻ ഇതുവരെയ്ക്കും വന്നില്ല. ഇത്ര നേരമായിട്ട് വന്നില്ല. ആ ചെറുക്കൻ മതിയില്ല. ആ ചെറുക്കൻ എന്തിന് ഇതുവരെയ്ക്കും വന്നില്ല. അവൻ ഇന്ന് വരിയില്ല. ഇലയെ ചുട്ടു വെച്ചേക്കനാന്ന് പെണ്ണ് തരണതുമില്ല. ഇതുവരെയ്ക്കും വന്നില്ല. അവൻ എത്ര നേരമായി? ഇത്ര നേരമായിട്ട് വന്നില്ല. അവൻ വരില്ല. വന്നതേ ഇല്ല. അവൻ എന്തെന്ന് പറയും ഇതുവരെയ്ക്കും വരില്ല. അവിടെ പോയി ഇരിക്കാം. കല്ലൊക്കെ കയറി നടക്കാൻ കാല് വേദനിക്കണം. അവള് വാങ്ങിച്ചെന്ന ചെരുപ്പും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ എങ്ങനെ നിക്കാം. ഇവിടെ നിന്നാലേ ആ ചെറുക്കന്മാരെ കാണാള്. അവള് ചക്ക പറ്റൂട്ട് ഞാൻ ഒന്ന് അടിച്ചെന്ന് പറഞ്ഞിങ്ങോട്ട് ഒന്ന് തരഞ്ഞില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ ചാടിച്ചടിച്ചത്. അത് ഞാൻ വേണ്ട. അവള് ചക്ക പറ്റൂട്ട്, അവള് ചവക്ക പറ്റൂട്ട്, ചക്ക പറ്റൂട്ട്. അവളെ ഞാൻ അടിച്ചാന്ന് പറഞ്ഞാണ് അവള് തരതാത്തത്. ഞാൻ കടിച്ചതേ ഉള്ളു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ രണ്ടാരെയും കൊടുക്കണം. എനിക്കറിയാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നത്. അവളെ കടിച്ച അവളെ കെട്ടിക്കൊണ്ടുവന്നാൽ എന്നെ കടിക്കാനെയാ അടിക്കാനും നുള്ളാനോ തന്നെ അവളെ കെട്ടിക്കൊണ്ട് വന്നത് ഇവിടെ. പിന്നെ അവളെ കാണാനല്ല കൊണ്ടുവന്നത്. അതിന് എന്തരായി? എനിക്കറിഞ്ഞൂടാത്തോണ്ട് കടിച്ചേ. ഇനി ഞാൻ നോക്കി കടിക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും, കടിക്കുകയും ചെയ്യും. ഞാൻ കടിച്ചിട്ട് എന്നിട്ടാണ് അവള് ചക്കപ്പഴ അവള് തിന്നിട്ട് കടിച്ചപ്പോ അവളെ കൈ മുറിഞ്ഞ്. അതുകൊണ്ടാണ് അവള് തരാത്തത്. കടിച്ചപ്പോ അവളെ കൈ മുറിഞ്ഞു. അങ്ങനെ അവള് തരത്ത. അവള് തരണ്ട. അവള് ഒറ്റയ്ക്ക് തിന്നിട്ട് അവളെ വാറ്റി കൂടുവേറ്റ് കുരുവേറ്റ്. അടുക്കളയിൽ എനിക്ക് അവള് വെച്ച് അവളെ മക്കൾക്ക് കൊടുക്കായി. അവള് വേവിക്കന്, അവള് വയ്ക്കന് വെച്ച് കപ്പായി. ആ ചെറുക്കൻ വയറ്റ് ആ ചെറുക്കൻ കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. എന്റെ ചെറുക്കന്റെ വീട്ടിൽ വയ്ക്കുന്നവൻ ഞാൻ തന്നെ തിന്നുള്ള തിന്നണ്ടേ. അതിന്റെ ചെറുക്കന്റെ വീട്ടിൽ വയ്ക്കണ ഞാൻ തന്നെ തിന്നാനുള്ള.
ഇനി ഞാൻ അടിക്കും കടിക്കുമ്പോ ചവിട്ടും ഇടിക്കും അടിക്കാം എല്ലാം ചെയ്യും. അവൻ കെട്ടിക്കൊണ്ടുവന്നാ എനിക്ക് കടിക്കാനും ചവിട്ടാനും ഇടിക്കാനും തന്നെ അവളെ കടക്കെട്ട് പോണത് കാണാനല്ല. നിങ്ങള് ചക്കയപ്പം തരുവില്ലേ? ഇന്ന് ചക്കയപ്പം തരുവില്ലേ? മൈൻഡ് ചെയ്യാതെ പോണ മൈൻഡ് ചെയ്യാതെ അവര് ചക്കയപ്പം തരില്ലായിരിക്കും. ചക്കപ്പ തരീരായി മൈൻഡ് ചെയ്യാതെ നോക്കാതെ പോണ് മൈൻഡ് ചെയ്യാതെ നോക്കാതെ പോണം. മൈൻഡ് ചെയ്യാതെ നോക്കാതെ പോണം. ചക്കയപ്പം തരുവില്ലേ? ചക്കയപ്പം വച്ചില്ല. ചക്കയപ്പം വച്ചില്ലേ? വച്ചില്ല. ഇതേ പടുക്കണ കണ്ടി ഞാൻ വച്ചില്ല. നിങ്ങൾ ഇല പടുക്കണാടല്ലേ? നിങ്ങൾ ഉറക്കം സംസാരിച്ച പട്ടി കുരയ്ക്കും. ഡോറേ ഡോറേ പട്ടി കുരയ്ക്കും. ഉണ്ടായി ഒന്നുമില്ല സംസാരിച്ചത്. പട്ടി കിടന്ന് കുരയ്ക്കും. ഇനി അടിക്കൂല ചക്കപ്പ ഇനി അടിക്കൂല. എല്ലാ വട്ടം ഇങ്ങനെയല്ലേ പറയണ? അതെ, എല്ലാ വട്ടം ഇങ്ങനെയല്ലേ ഇനി അടിക്കൂല. എല്ലാ വട്ടം ഇങ്ങനെയല്ലേ പറയണ? ഇനി അടിക്കൂല എന്നെ കൊന്നാലും അടിക്കൂല. അടിക്കൂല. പോയാണ് മിണ്ടാതെ പോണം. അവള് ഒന്നും മിണ്ടാതെ പോണം. അവള് ദുസ്സച്ചേനി. അടിക്കിനി ചവിട്ട കടിക്കിനി എല്ലാം ചെയ്യുന്നിട്ട് അവള് ഒന്ന് തരുന്ന് പറഞ്ഞ അവള് പോണം. തന്നില്ലെങ്കിൽ അവന് വാങ്ങിക്കാണ്ട ചെറുക്കൻ്റെ വാങ്ങിക്കാം. ചെറുക്കൻ്റെ പറ ചെറുക്കൻ നേരായിട്ട് ഈ ചെറുക്കനെ കണ്ടില്ലേനി. ഈ ചെറുക്കൻ എന്ത് ഇത്ര താമസായിന്തോ ഇത്ര നേരായിട്ട് ഈ ചെറുക്കനെ കാണാത്തെന്താ? കല്ല് ഇത്ര താമസിക്കുന്നതോ ഈ ചെറുക്കൻ നേരത്തെ വരാത്ത. അവളെ ചെറുപ്പം വേണ്ട, ഒരു പൊറ്റും വേണ്ട, ഒരു പരിയും വേണ്ട. അവളെ ചെറുപ്പം ഞാൻ അടുത്ത ദൂരെ എടുത്ത് ദൂരെ എറിഞ്ഞ്. അവള് വാങ്ങിച്ച ചെരുപ്പൊന്നും എനിക്ക് വേണ്ട. കഥന്ന് നോക്കിയിരുന്ന് എത്ര നേരമായി? ഇത്ര നേരം എനിക്കും കണ്ടില്ല. ഈ ചെറുക്കൻ എമ്മാന് വരുന്ന 5 മണിക്കേ വരുള്ളൂ. ഈ ചെറുക്കൻ ഇത്ര നേരം കണ്ടില്ല. വയറ് വെച്ചൊന്നും വയ്യ.
ഇത്ര നേരമായിട്ടും കണ്ടില്ല. 5-6 പുട്ട് തിന്നു, ഒരു കുറ്റി പുട്ട് തിന്നു, ഈ 5-6 ദോശ തിന്നാ വയറ് വെക്കോ? വയറ് വെക്കോ? ചായയും കുടിച്ച് വയറ് വെക്കോ? വയറ് വെക്കുമെങ്കിൽ വെള്ളം കുടിച്ചാ മതി. വയറ് അന്നേരം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് വയറ് വെക്കോ? അവിടെ പോയി ഇരിക്ക. ചെറുക്കാൻ വരുന്നില്ലേ? ഇത്ര നേരമായിട്ട് കണ്ടില്ല അവനെ. അവളെ കാണുമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കയറ്റാൻ. അവൻ ഒറ്റയ്ക്ക് വരുമോന്ന് അവളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് വരുമോന്ന് പറഞ്ഞാ അവൻ ഇരുവരിക്കും കണ്ടില്ല. അവനാ അവൻ വയ്യ വരിയില്ലായിരിക്കും. അവളോട് പറഞ്ഞു പോയി ഒറ്റയ്ക്ക് വരാന്ന്. ഒറ്റയ്ക്ക് വരുമെന്ന് പറഞ്ഞു പോയി. അവനെ കാണുക. അവന് വൈകുന്നേരം വരുള്ളൂ. വൈകുന്നേരം മോളെ വിളിച്ചോണ്ട് വരും. അതുകൊണ്ട് ഇത്ര നേരമായിട്ട് നീ പിന്നെ കണ്ടില്ല. എത്ര നേരമായി? ചേട്ടിയെ പിടിച്ചടച്ചേ. അവിടെ ചക്കപ്പഴം വെച്ചിട്ട് എനിക്ക് തന്നില്ല. ചക്കപ്പഴം ചേച്ചിട്ട് എനിക്ക് തന്നില്ല. എന്താന്തോ ചോദിക്കാത്തത്? ഞാൻ ചോദിച്ചോ അവരോട്? അവള് എന്തോ ചക്കപ്പഴം വെച്ചിട്ട് എനിക്ക് തന്നില്ല. ഇവിടെ ഒന്നും ചവിട്ടാ വെക്കൂല. കല്ല് എന്തൊരു ജോലി. എനിക്ക് ചക്കപ്പഴം വെച്ചിട്ട് എനിക്ക് തന്നില്ല. എന്തോ ഇതുവരെയ്ക്കും തന്നില്ല. തന്നില്ല. എനിക്ക് തന്നത് അവള് മാത്രം തിന്ന് അവള്. ആ എനിക്ക് തന്നില്ല. ഞാൻ ഇത്ര നേരം കൊണ്ട് വിശന്നിരിക്കണം. ഞാൻ നേരത്തെ 2 ദോശയും പുട്ടും ഇരിക്കുന്ന ഇന്ന് അപ്പമില്ലേ? ഇന്ന് ദോശയല്ലല്ലോ. ഞാൻ ഇന്ന് രാവിലെ അപ്പമില്ലേ? ദോശ എന്ന് പറഞ്ഞ എന്തിനു? അപ്പവും പുട്ടും കഴിച്ചിട്ടും വിശപ്പ് മാറിയില്ലേ? വിശപ്പ് മാറിയില്ല. വയറ്റി കോഴിക്കുഞ്ഞു 12 മണിയായി. ഒന്നും കൊടുത്തില്ല. വയറ് നനഞ്ഞു കളിക്കണം. 12 മണി. നീ ഒരു പോണ്ട. അവളെ കടിച്ച് നുള്ളി അടിച്ച് എന്ന് പറഞ്ഞ ഇതൊക്കെ തേങ്ങയല്ലേ കൊണ്ടുവന്ന പെണ്ണ. കാണാൻ അവളെ കൊണ്ടുവന്ന. കടിക്കാനല്ല ഞാൻ കൊണ്ടുവന്നത്. ഞാൻ കഴിക്കും. നിങ്ങൾക്ക് കടിക്കാനും അടിക്കാനും ആരെങ്കിലും കേട്ടാ മാനോ ഇതല്ലേ പ്രശ്നം. മോശമല്ലേ അവളെ വീട്ടുകാര് കേട്ടാ? അവളെ വീട്ടിൽ ശരി, നിങ്ങൾക്ക് കടിക്കാനും ഇടിക്കാനും അല്ല ഞാൻ കൊണ്ടുവന്നത്. നല്ല വെള്ളം കുടിച്ച് കിടക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ആ ധാരണയിലാ ഇരിക്കണത്. ശരി, അപ്പൊ ഇന്നലെ കൊടുത്ത അടിക്കായിരിക്കും തരാത്തത്. ഇന്നലെ നിങ്ങൾ എന്തിനു പിടിച്ചു വെച്ച് കടിച്ചത്? ഞാൻ നാളെ പിടിച്ചു വെച്ച് തോന്നിയതുപോലെ കടിച്ചു. തോന്നിയതുപോലെ കടിച്ചു പോയോ? ഒന്നും കഴിച്ചില്ല. ഈ തോന്നിയതുപോലെ പിടിച്ചു എന്നാലും ഒന്നും കഴിച്ചില്ലായിരുന്നു.
തോന്നിയതുപോലെ കടിക്കാൻ ഇവിടത്തെ പട്ടിയാ നിങ്ങള് ചേച്ചി കടിച്ചു കഴിഞ്ഞാൽ കൈയെല്ലാം കൂടെ കീറിക്കൊണ്ട് പോകൂലേ എന്റെ കൈ ഇതെങ്ങനെ നിങ്ങളാ ആ പട്ടിയെ പിടിച്ചു ആ പട്ടി എന്നെ എന്റെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ പട്ടിയെ എന്നെ തുറന്നുകൊള്ളു. ആ പട്ടിയെ തുറന്നു വിടുമ്പോ അമ്മ നിങ്ങൾ എന്തിനാണ് ആ പട്ടി പോപട്ടി പോട്ടി എന്ന് പറയുമ്പോ അത് കളിക്കണം എന്ന് വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വിചാരിക്കണം അതിന്റെ കൂടെ കളിക്കണം. അത് വീണ്ടും വീണ്ടും നിങ്ങളെ ദേഹത്ത് ചാടി കയറിക്കൊണ്ടിരിക്കും. ആ ഒരു പട്ടി മാത്രമല്ലേ നിങ്ങളെ ദേഹത്ത് ചാടി കയറി. ആ പട്ടി ആ പട്ടിക്കാണെങ്കിൽ കൊച്ചു പട്ടിയും കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് കളിക്കാനുള്ള ഒരു ആകാംക്ഷയാണ്. നിങ്ങളാണെങ്കിൽ ആ പട്ടി കാണുമ്പോഴെല്ലാം പോപട്ടി ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കൂലേ? ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് പട്ടി വിചാരിക്കുന്ന പട്ടിയുടെ അടുത്ത് ഇങ്ങനെ കളിക്കണമെന്ന്. പട്ടി നിങ്ങളോട് ഞാൻ ചാടി പിടിക്കും. നിങ്ങൾക്ക് അത് ദേഹത്തോടൊന്നും ഇഷ്ടമല്ല. ഇതിപ്പോ തള്ളിയിട്ടപ്പോ കൈ മുറിഞ്ഞ നല്ല കാര്യമുണ്ട്. ആ പട്ടി ഇനി എന്ത് ചെയ്യും? തള്ളിയിട്ടപ്പം കൈ മുറിഞ്ഞതാ. നിങ്ങൾ എന്തിനാണ് അതിനെ കാണുമ്പോ പോപട്ടി എന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും പട്ടികൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ പട്ടിയെ മാത്രം കാണുമ്പോ പോപട്ടി എന്ന് പറയുന്നത്? ആ പട്ടി തള്ളിയിട്ടേന് നിങ്ങൾ അവളെ ചെന്ന് അടിക്കാനും കടിക്കാനും പോയെന്തിന് പറയാ? അത് ചോദിച്ചല്ലേ? അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം തീർക്കാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണിത്, ഇങ്ങനെ പോവരുതെന്ന്. നിങ്ങൾ കടിച്ചതും അടിച്ചതും ചെയ്തിട്ട് അവൾ ഇനി ആഹാരം തരുന്നില്ലേ? അവളല്ലേ ഉള്ളൂ, ആഹാരം തരുന്നില്ലേ? നെയ് ആഹാരം തരുന്നില്ലേ? അവളേന്നല്ലേ നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾ കഴിച്ചാ? രാവിലെ കഴിച്ചില്ലേ? പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ അപ്പം കഴിച്ച് പുട്ട് കഴിച്ചെന്ന് നിങ്ങൾ കഴിച്ചില്ലേ? 6 പുട്ടും 1 കുറ്റി പുട്ടും 1 കുറ്റി പുട്ടും 4 അപ്പവും കഴിച്ചു. 6 അപ്പം കഴിച്ചെന്ന് പറയുമ്പോൾ രാവിലെ 6 അപ്പം കഴിച്ചില്ലേ? 6 അപ്പം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ 4 അപ്പമല്ലേ കഴിക്കുന്നത്. അത് പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ പുട്ടം കണ്ടാ തന്നത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ കണക്ക് മിന്നിട്ട് ആഹാരവും തരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ അടിക്കാനും കൂടെ ആള് വേണമെന്ന് വെച്ചാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നത്. അവള് തരാതിരുന്നിരിക്കത്തില്ല. എന്തായാലും നോക്കാം, ഞാൻ ചോദിക്കാം. നിങ്ങളെ ആ പട്ടിയോട് ചുമ്മാ കിടന്ന് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കാണിക്കരുത്. നിങ്ങൾ മിണ്ടാതെ നിൽക്കുമ്പോ അത് ചാടി കയറുന്നില്ല. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നീ അപ്പം അവിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ആവശ്യമില്ലല്ലോ. അപ്പം അവിച്ചിട്ട് കൊടുത്തില്ല. ഞാൻ നീ ഒറ്റയ്ക്ക് കഴിച്ചെന്ന് പറഞ്ഞോണ്ട് പറയുന്നു. അവിച്ചില്ലല്ലോ. പറഞ്ഞില്ലേ? അവിച്ചില്ല. അത് ഇല പറിച്ചത്. അത് നന്ദന്റെ കൂടെ നന്ദൻ ചോദിച്ചു എന്തിനു ചോദിച്ചപ്പോ ഞാൻ ചക്കയപ്പം അവിക്കാനെന്ന് പറഞ്ഞു. ചക്കയപ്പം തന്നെ അത് അവിച്ചില്ല. ആ ഇല പറിച്ച് എല്ലാം റെഡിയാക്കിയതേ ഉള്ളത്. അവിച്ച ഈ ശർക്കരയും തിരുവി തേങ്ങയൊക്കെ തിരുവി വെച്ചതേ ഉള്ളൂ അമ്മ. ശർക്കര ചുരണ്ടി തേങ്ങ തിരുവി വെച്ചതേ ഇവര് ചക്കയപ്പം അവിച്ചിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഗ്യാറ്റ് കൊട്ടേ എടുത്ത് വിളിക്കണം. ഞാൻ അവിച്ചില്ല. എവിടെ ഇല്ലെന്ന് ഇലയൊക്കെ പറിച്ച് നമ്മളെല്ലാം റെഡിയാക്കിയതേ ഉള്ളെന്ന്. അതെങ്കിൽ ഞാൻ ഇപ്പൊ വീട്ടിൽ കയറുമ്പോ കാണാല്ലോ അവിച്ച് എന്നെ വൈരാക്കിയെ തീർക്കണം. കടിച്ചു കൊടുത്തോണ്ട് വൈരാക്കിയെ തീർക്കണം. എങ്കിൽ പിന്നെ രാവിലെ ആഹാരം കഴിച്ചാ? ഭക്ഷണം കഴിച്ചില്ലേ? ആ വൈരാഗ്യം തീർക്കുന്നൊന്നും പറയണ്ട. പിന്നെ ഈ അടി ഞാൻ ഇന്നൂന്നലേം കൊള്ളാൻ തുടങ്ങിയല്ല, 10 വർഷമായിട്ട് കൊള്ളുന്നു. അതൊക്കെ കളയ. ആ പട്ടിയുടെ അടുത്ത് പോയി എങ്ങാണ്ട പട്ടിയായിട്ട് ചാടി കയറി കൈയൊക്കെ മുറിഞ്ഞു. അത് ഇന്നലെ ഈ ഹണിയെ തുറന്നു വിട്ടപ്പോ ഹണിയുടെ കൂടെ കിടന്ന് ഡാൻസ് കളിച്ചു. ഡാൻസ് അറിയില്ല. ആ പട്ടി മര്യാദക്ക് ഓടുമായിരുന്നു, അതിന് ഓടാൻ സമ്മതിക്കൂല. അങ്ങനെയല്ല കാണിക്കല. ആ പട്ടി കൊച്ചു പട്ടിയാണ്. അത് വിചാരിക്കണത് ലാഭാണ്. അത് ഇങ്ങനെയൊക്കെ കാണിച്ചാണ് ഓട്ടിക്കണത്. അത് നോക്കുമ്പോ ഡാൻസ് അല്ല. അത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോ അത് വിചാരിക്കുന്നത് കൈകൊട്ടി കളിയാണ്. അത് തള്ളിയിട്ടേന് അവിടെ നിന്ന് എന്നെ ഓടിക്കൊണ്ടൊന്ന് ഉപദ്രവിച്ചിട്ട് ഞാൻ പ്രതികാരം വീട്ടണം. ഞാൻ നോക്കട്ടെ അകത്തുണ്ടെങ്കിൽ. ഇതൊരു കാര്യമുണ്ട്, എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇപ്പൊ സമയം ഞാൻ ഇന്ന് നേരത്തെ വന്നേ ഉള്ളൂ. എനിക്ക് ഉച്ചയ്ക്ക് മണി 12 ആയുള്ളൂ. നേരത്തെ തീർന്നുകൊണ്ട് ഞാൻ വർക്ക് നേരത്തെ എത്തി. മണി 12 ആയതേ ഉള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് അപ്പം വെച്ചാലും നമുക്ക് വൈകുന്നേരം കഴിക്കാം. ചായയുടെ കഴിച്ചാൽ പോലും. വരി വാ. പട്ടിയുടെ അടുത്ത് ചുമ്മാ കിടന്ന് ഇങ്ങനെ കാണിക്കല്ലേ കേട്ടാ. നിങ്ങൾ കാണിച്ചു ഈ പട്ടിയാനി ഇവിടെ പ്രസവം ഉണ്ടാക്കണം. പാട്ടി ഈ പട്ടിയാനി ഇവിടെ കുഴപ്പമുണ്ടാക്കണം. ഈ പട്ടിയാനി ഇവിടെ കുഴപ്പമുണ്ടാക്കണം. പട്ടി
ഈ പട്ടിയെ തോന്നുന്നില്ല. ഈ പട്ടിയാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കണം. മോൻ വന്നപ്പം പറഞ്ഞു കൊടുത്ത പരാതി കേട്ടല്ല. അപ്പം വച്ചിട്ട് കൊടുത്തില്ല. സത്യമായിട്ട് ഞാൻ വച്ചില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ വന്നത് കണ്ടത്. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നതാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. മീൻസ് എൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്ത് അപ്പം ആയിട്ടില്ല. അടുക്കളയിൽ പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ചേട്ടനെ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ ഉച്ച ആകുമ്പോൾ വരും. അപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നോണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കയറി. ഇല്ലെങ്കിൽ ഞാൻ ഈ അപ്പമൊക്കെ വൈകുന്നേരം ഉണ്ടാക്കുള്ളൂ, ചായ സമയത്ത്. അങ്ങനെ അപ്പൊ നമുക്ക് കാണാം. അടുക്കള സ്ഥാനത്ത് നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതോ നിക്കണണ്ട അവിടെ അങ്ങ് സെറ്റാണ്. ഇനി അപ്പം കിട്ടാതെ പോവില്ല. പിന്നെ അപ്പം ചുട്ടില്ലാണ്? ഇല്ല, അപ്പം ചുട്ടില്ലേ? നീ കള്ളം പറയാനേ? അല്ല, അപ്പം ചുട്ടില്ല. ചുടുമ്പോ തരാം. ചുട്ടില്ല. വാ നമുക്ക് അപ്പം ചുട്ടായില്ലേന്ന് കാണിച്ചു കൊടുക്കാം. വേണ്ട, നോക്ക്. മാവ് ഞാൻ കോരി ഇട്ടോണ്ട് വന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. ചക്ക റെഡിയാക്കി വെച്ചിരിക്കണേ. ഇടുക ചക്ക ചക്ക അവരോടെ പോയാ? അതാ. എവിടെ വേണ്ട നോക്ക്. ഇത് ചക്കയപ്പത്തിന്റെ ചക്ക. ഇത് അരി, ശർക്കര, തേങ്ങ. ആയാ ചക്കയപ്പായാ? ശർക്കര തേങ്ങ ആയാ? ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് വിളിക്കാം കേട്ടാ. കേട്ടാ, ഞാന് എല്ലാം റെഡിയാക്കിയതേണ്ട. ശർക്കരയൊക്കെ ചുരണ്ടി തേങ്ങയൊക്കെ തിരുവി. ഇത്രയും നേരം അലപ്പായിരുന്നു ചക്കയപ്പത്തിന്റെ പേരില്. എന്തൊക്കെയോ നിന്ന് അലക്കനായിട്ട്. വേണ്ട, ഇത് നമ്മളെ അന്ന് അമ്മ ഉണ്ടായിരുന്ന പടത്ത ആ ചക്ക, നമ്മളെ തേനീച്ച കൂടുണ്ടായിരുന്ന അതിലെ ചക്കയാണ് കേട്ടാ. ഇത് മിക്സിയിലിട്ട് അടിക്കുകയെന്ന് വേണ്ട. ഇത് ഇങ്ങനെ അങ്ങ് ഇട്ടാ ഇതേടെ കുഴണ്ട്. കൂഴച്ചക്കയാണേ. നമ്മൾ വരിക്കായിരിക്കും പ്രതീക്ഷിച്ചു, ചീറ്റിപ്പോയി കൂഴ. ഇപ്പൊ ഇങ്ങനെയാ തന്നെ അങ്ങ് ഇടാൻ പോണത്. മിക്സി സാധാരണ എല്ലാവരും ചിലരൊക്കെ ചെയ്യുന്ന മിക്സിയിലൊക്കെ ഇട്ട് അടിക്കണൊക്കെ കണ്ടിട്ടുണ്ട്. മിക്സിയിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. മിക്സിയിലിട്ട് അടിച്ചാല് ഭയങ്കര ആ ഒരു ഫീലായിരിക്കും. വേണ്ട, ഇങ്ങനെ ഇട്ട് വിരവി എടുത്താൽ മതി. അതൊരു പ്രത്യേക ടേസ്റ്റാ. ഇങ്ങനെ ചക്ക ഇങ്ങനെ പിളരുമ്പോ ഇങ്ങനെ ഈ ചക്ക അപ്പം പിളരുമ്പോ ഈ ചക്ക വരുമ്പോഴേ വരും. അപ്പൊ ഇനി ചക്കാപ്പായിട്ട് കാണാം. ചേട്ടന് ചോറൊക്കെ കൊടുക്കണം.